ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേഡിലെ കൺട്രോൾ എമ്മിന് ശേഷമുള്ള ഷോർട്ട് കട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കൺട്രോൾ എം വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അടുത്ത കൺട്രോൾ എൻ ഉപയോഗിക്കുന്നത് ഒരു പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് കൺട്രോൾ എൻ ഉപയോഗിക്കുന്നത്. അടുത്ത് വരുന്ന ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് ഒ. അപ്പോൾ കൺട്രോളും ഒയും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡോക്യുമെൻറ്റ്, നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ വേർഡിലുള്ള ഒരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യാനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അടുത്ത് വരുന്നത് കൺട്രോൾ പ്ലസ് പി. പി ഉപയോഗിക്കുന്നത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ അത് പുതിയൊരു ഡോക്യുമെൻറ്റ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതായാലും പ്രിൻ്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് പി. അടുത്ത ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് ക്യൂ. ക്യൂ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഒരു പാരഗ്രാഫ് ചെയ്തു, പാരഗ്രാഫിന് ശേഷം സ്പേസ് ആഡ് ചെയ്യാനായിട്ടാണ് കൺട്രോൾ പ്ലസ് ക്യൂ എന്ന ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൺട്രോൾ പ്ലസ് എൻ ഉപയോഗിക്കുന്നത് പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഒ ഉപയോഗിക്കുന്നത് ഓപ്പൺ ചെയ്യാനായിട്ടാണ്, പി ഉപയോഗിക്കുന്നത് പ്രിൻറ്റിനാണ്, കൺട്രോൾ പ്ലസ് പി ഉപയോഗിക്കുന്നത് പ്രിൻ്റാണ്, കൺട്രോൾ പ്ലസ് ക്യൂ ഉപയോഗിക്കുന്നത് ഒരു പാരഗ്രാഫിന് ശേഷം സ്പേസ് ആഡ് ചെയ്യാനായിട്ടാണ്. അടുത്ത കൺട്രോൾ പ്ലസ് ആർ ഉപയോഗിക്കുന്നത് നമ്മൾ ചെയ്ത ഡോക്യുമെൻറ്റിന് ലെഫ്റ്റിലേക്ക്, നമ്മൾ നേരത്തെ പഠിച്ച് ലെഫ്റ്റിലേക്ക് അലൈൻമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് ഏതാണ്? കൺട്രോൾ പ്ലസ് എൽ. അതുപോലെ കൺട്രോൾ പ്ലസ് ആർ ഉപയോഗിക്കുന്നത് നമ്മൾ ചെയ്ത ഡോക്യുമെൻറ്റ് റൈറ്റിൽ അലൈൻ ചെയ്യാനായിട്ടാണ് കൺട്രോൾ പ്ലസ് ആർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ.